എസെക്കിയേൽ അധ്യായം 39. മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മേശക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും, വലത്ത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ തുറസായ സ്ഥലത്ത് വീഴും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാഗോഗിലും തീരദേശങ്ങളിൽ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധനാമം ഇനിയൊരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്ക് ഇനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ നാളിൽ ഗോഗിന് ഇസ്രായേലിലൊരു ശ്മശാനം ഞാൻ കൊടുക്കും. കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ. അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും. എന്തെന്നാൽ ഗോഗും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും. ഹാമോൺ ഗോഗ് താഴ്വര എന്നത് വിളിക്കപ്പെടും. അവരെ സംസ്കരിച്ച് ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് 7 മാസം വേണ്ടിവരും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും. ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്കത് ബഹുമാനത്തിന് കാരണമാകും. ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും. 7-ാം മാസം അവസാനം അവർ അന്വേഷണം നടത്തും. അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിൻ്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ അതിൻ്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണ് ഇത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും. ബാഷാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളുമടക്കം എല്ലാവരും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. ഇസ്രായേൽ ഭവനം
തങ്ങളുടെ ദുഷ്ടപ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിലാകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും. അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരെല്ലാം വാളിനിരയായി തീർന്നു. അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് മുഖം മറച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസ്തതയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിനയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. Chapter 39. Now, son of man, prophesy against Gog in these words. Thus says the Lord God, See, I am coming at you, Gog, chief prince of Meshech and Tubal. I will turn you about, I will urge you on, and I will make you come up from the recesses of the north. I will lead you against the mountains of Israel. Then I will strike the bow from your left hand, and make the arrows drop from your right. Upon the mountains of Israel you shall fall, you and all your troops and the peoples who are with you. To birds of prey of every kind, and to the wild beasts I am giving you to be eaten. On the open field you shall fall, for I have decreed it, says the Lord God. I will send fire upon Magog, and upon those who live securely in the coastlands. Thus they shall know that I am the Lord. I will make my holy name known among my people Israel. I will no longer allow my holy name to be profaned. Thus the nations shall know that I am the Lord, the Holy One in Israel. Yes, it is coming, and shall be fulfilled, says the Lord God. This is the day I have decreed. Then shall those who live in the cities of Israel go out and burn weapons, shields and bucklers, bows and arrows, clubs and lances. For 7 years they shall make fires with them. They shall not have to bring in wood from the fields or cut it down in the forests, for they shall make fires with the weapons. Thus they shall plunder those who plundered them, and pillage those who pillaged them, says the Lord God. On that day I will give Gog for his tomb a well-known place in Israel, the valley of Abarim east of the sea. It is blocked to travelers. Gog shall be buried there with all his horde, and it shall be named Valley of Hamon-Gog. To purify the land, the house of Israel shall need 7 months to bury them. All the people of the land shall bury them and gain renown for it when I reveal my glory, says the Lord God. Men shall be permanently employed to pass through the land, burying those who lie unburied so as to purify the land. For 7 months they shall keep searching. When they pass through, should they see a human bone, let them put up a marker beside it, until others have buried it in the valley of Hamon-Gog. Also the name of the city shall be Hamonah. Thus the land shall be purified. As for you, son of man, says the Lord God, say to birds of every kind, and to all the wild beasts, Come together, from all sides gather for the slaughter I am about to provide for you, a great slaughter on the mountains of Israel. You shall have flesh to eat and blood to drink. You shall eat the flesh of warriors and drink the blood of the princes of the land, rams, lambs, and goats, bullocks, fatlings of Bashan, all of them.
From the slaughter which I will provide for you, you shall eat fat until you are filled, and drink blood until you are drunk. You shall be filled at my table with horses and riders, with warriors and soldiers of every kind, says the Lord God. Thus I will display my glory among the nations, and all the nations shall see the judgment I have executed, and the hand I have laid upon them. From that day forward the house of Israel shall know that I am the Lord their God. The nations shall know that because of its sins the house of Israel went into exile, for they transgressed against me, and I hid my face from them, and handed them over to their foes, so that all of them fell by the sword. According to their uncleanness and their transgressions I dealt with them, hiding my face from them. Therefore, thus says the Lord God, now I will restore the fortunes of Jacob, and have pity on the whole house of Israel, and I will be jealous for my holy name. They shall forget their disgrace, and all the times they broke faith with me, when they live in security on their land, with no one to frighten them. When I bring them back from among the peoples, I will gather them from the lands of their enemies, and will prove my holiness through them in the sight of many nations. Thus they shall know that I, the Lord, am their God, since I who exiled them among the nations will gather them back on their land, not leaving any of them behind. No longer will I hide my face from them, for I have poured out my Spirit upon the house of Israel, says the Lord God.